ശ്രീ ഇൻസൈറ്റ് ഓഫ് ടാരോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഒരു റീഡിങ് എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കരിയർ, ഫിനാൻസ്, യുവർ റിലേഷൻഷിപ്സ്, ആ രീതിയിലുള്ള ഒരെണ്ണം. കുറേ നാളായിട്ട് നമ്മൾ റിലേഷൻഷിപ്പ് മാത്രമാണ് നോക്കുന്നത്. ഇന്ന് നമ്മളിതെല്ലാം കൂടിയാണ് നോക്കുന്നത്. നമുക്ക് ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും റെസനേറ്റ് ആവില്ല. റെസനേറ്റ് ആവുന്നവരെടുക്കുക, അല്ലാത്തവർ വിട്ടേക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൈകളിൽ എപ്പോൾ എത്തുന്നോ അപ്പോൾ മുതൽ വാലിഡ് ആകുന്നതാണ്, ടൈംലെസ് ആണ്. പിന്നെ മെയിൽ ഓർ ഫീമെയിൽ എല്ലാവർക്കും കാണാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവർക്കും അറിയാം. ലൈക്ക്, കമൻറ്റ്, ഷെയർ, ഹൈപ്പ് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ അവരും കൂടി ചെയ്തേക്കണം. എങ്കിൽ പിന്നെ നമുക്ക് നമ്മളുടെ റീഡിങ്ങിലേക്ക് പോകാം. ഓക്കെ, 2 ദിവസമായിട്ട് എനിക്ക് ചെറിയ ഓരോ തിരക്കുകളിലായിപ്പോയി. എനിക്ക് 2-3 ദിവസം ഇടാൻ പറ്റിയില്ല കേട്ടോ, സോറി. ആദ്യം തന്നെ അത് പറയുകയാണ്. അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ്ലി നോക്കുന്നത് പിന്നെ നിങ്ങളുടെ ഫിനാൻഷ്യൽ കാര്യങ്ങളാണ്. ആ ഫിനാൻഷ്യൽ കാര്യങ്ങൾ, കരിയർ, ഇത് രണ്ടും കൂടെ ഒരുമിച്ചാണ് നോക്കുന്നത്. അപ്പോൾ അതിനകത്ത് ചില പ്രശ്നങ്ങൾ അവിടെ കാണുന്നുണ്ട്. അതായത് ഒരു കോമ്പറ്റീഷൻ, റൈവാലറി, കോൺഫ്ലിക്റ്റ്, ഡിസഗ്രിമെൻറ്റ്സ് ആൻഡ് ടൈപ്പ് ടെൻഷനൊക്കെ. അപ്പോൾ ചെറിയൊരു ടെൻഷൻ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസമുണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. കാരണം പെട്ടെന്നായിരിക്കാം ഒരു ഓപ്ഷൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. ആ ഓപ്ഷൻ നിങ്ങളുടെ മുമ്പിൽ വന്നപ്പോൾ അതിന് ക്യാഷ് ഉണ്ടാക്കാൻ ഉള്ള നിങ്ങളുടെ കയ്യിലുണ്ട് ക്യാഷ്, പക്ഷേ അത് പിന്നെ ആ സോഴ്സിൽ നിന്ന് നിങ്ങൾക്ക് ഇത് ഓക്കെ ആക്കി എടുക്കാൻ കുറച്ച് ടൈം വേണ്ടി വരും എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ മനസ്സ് സംഘർഷമുണ്ടാവുന്നു. കാരണം വെച്ചാൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഓപ്പർച്യൂണിറ്റി അതൊരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. പക്ഷേ ആ ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെട്ടു പോവരുതെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള ക്യാഷ് നിങ്ങൾക്ക് കുറച്ചൊരു ടൈമിൻ്റെ പ്രശ്നത്തിൽ നിങ്ങൾക്ക് കുറച്ച് ബാങ്കിൻ്റെ ഇഷ്യൂസ് ആയിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂസ് ആയിരിക്കാം, കുറച്ച് പ്രോബ്ലംസ്. അതിൽ നിങ്ങൾക്ക് കുറച്ചൊരു മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്ന് കാണിക്കുന്നു. ഇവിടെ നമുക്ക് ഉണ്ടാക്കി എന്ന് കാണിക്കുന്നു കേട്ടോ, ഉണ്ടാക്കി എന്ന് കാണിക്കുന്നുണ്ട്. സോറി. നെക്സ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് നമുക്ക് 4 ഓഫ് പെൻറ്റക്കിൾസ്. അപ്പം ഈ ക്യാഷ് നിങ്ങളുടെ കൈകളിൽ എത്താൻ കുറച്ച് വൈകുന്ന ആദ്യം പറഞ്ഞു നമ്മൾ. അപ്പോൾ ഈ കാർഡ് ബാങ്കിലോ അല്ലെങ്കിൽ എവിടെയോ ഒത്തിരി നേരം സ്റ്റക്കായി എന്നാണ് കാണിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് മാത്രമായിക്കൊള്ളണം എന്നില്ല. പൈസ കിട്ടാൻ നിങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടിയ ആളുകളുമായിട്ട് കുറച്ച് വർത്താനവും വാക്കാണങ്ങൾ ഉണ്ടായി പൈസ അവർ പിടിച്ചു വെച്ചിരിക്കുകയാണ്. ആ രീതിയിലും എടുക്കാം കേട്ടോ. നമുക്ക് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ. എന്നാൽ അതിന് ശേഷം കുറച്ച് സമയങ്ങളുടെ ആ ഒരു വെപ്രാളത്തിൽ അല്ലെ മാനസികമായ സമ്മർദ്ദത്തിൽ നിങ്ങൾ ഉഴലി അല്ലെങ്കിൽ നിങ്ങൾ അതിനകത്ത് വല്ലാതെ ഉഴറി നിന്നിരുന്ന ആ സമയം കടന്നു പോയിട്ട് നിങ്ങൾ ആ ഒരു ബിസിനസ്സിലേക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറാണ്, നിങ്ങളുടെ ബിസിനസ്സിലേക്ക് എല്ലാം നിങ്ങൾ ആക്റ്റീവായിട്ട് കാര്യങ്ങൾ നടത്തി എന്ന് കാണിക്കുന്നുണ്ട്. അവിടെ ഒരു ടീം വർക്ക്, കൊളാബറേഷൻ, ലേണിംഗ്, ഇംപ്ലിമെൻറ്റേഷൻ, ബിൽഡിംഗ് ആൻഡ് സംതിങ് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതായത് എല്ലാ കാര്യങ്ങളും അത്യാവശ്യം കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചെങ്കിലും അത് ഓക്കെ ആകും എന്ന ഒരു കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ ടീം വർക്കിലേക്ക് നിങ്ങൾ ഉൾപ്പെട്ടു എന്നാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അടുത്ത കാർഡ് വരുന്നത് ഏസ് ഓഫ് വാൻസ് ആണ്. അപ്പോൾ ഒരു പുതിയ പ്രോജക്റ്റിലേക്ക് നിങ്ങൾ കടന്നിരിക്കുന്നു. അതിൽ വളരെ ഇൻസ്പിറേഷൻ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു. ഒരുപക്ഷെ അത് നിങ്ങളുമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി നിങ്ങളെ ആരെങ്കിലും ഹെൽപ്പ് ചെയ്തതായിരിക്കാം. അർച്ച് ടു ക്രിയേറ്റ്, അത് ക്രിയേറ്റ് ചെയ്തു. വളരെ വിൽ പവർ നിങ്ങൾക്കുണ്ടായി, ആഗ്രഹങ്ങളുണ്ടായി, പവർ വന്നു. ഒരു പൊട്ടൻഷ്യൽ ബിഗിനിങ്സ്, അതായത് ജീവിതത്തിലെ ഇത്രയും നാളും കുറച്ച് ബാധ്യതകളിലൊക്കെ നിന്നിരുന്നു. നമുക്ക് വരുന്ന ചില അവസരങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും കിട്ടില്ല. അപ്പോൾ അതിനിപ്പോൾ ഇവിടെ ഒരു പൊട്ടൻഷ്യൽ ബിഗിനിങ്സ് വന്നിട്ടുണ്ട്. ഒരു പുതിയ ഓപ്പർച്യൂണിറ്റീസ്, ഗ്രോത്ത് ഒക്കെ വരുന്നു എന്നാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് നല്ല നല്ല കാര്യമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. ഇന്ന് നിങ്ങൾ ചെയ്ത, അല്ലെങ്കിൽ നിങ്ങൾ ഈ അടുത്ത് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഓർത്ത് നിങ്ങൾ സന്തോഷിക്കുക. കാരണം വെച്ചാൽ അതെല്ലാം നല്ല രീതിയിലാണ് വന്നിരിക്കുന്നത് എന്ന് നമുക്കിവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ ഏസ് ഓഫ് സോർട്സ് വന്നിട്ടുണ്ട്. ഒരു മെൻ്റൽ ക്ലാരിറ്റി വന്നു. ജീവിതത്തിൽ
ജീവിതത്തിൽ ഞാൻ എപ്പോഴൊക്കെയോ തോറ്റുപോയി, എൻ്റെ ലൈഫിൽ ഞാൻ വല്ലാതെ വിഷമിച്ചിരുന്ന കുറച്ചൊരവസരം, അല്ലെങ്കിൽ ഞാൻ ഇനി എന്ത് ചെയ്യും, സാമ്പത്തിക അവസ്ഥ എനിക്ക് കുറച്ചൊരു പിന്നെ വിഷമങ്ങൾ വന്നു. ആ വിഷമം വന്നതിൽ ഞാനിനി എന്താണ് നെക്സ്റ്റ് ചെയ്യേണ്ടത്, അവിടെ കുറച്ച് ബ്രേക്ക് ത്രൂസ് വന്നു. എന്താ ചെയ്യേണ്ടതെന്നറിയാത്ത കുറച്ച് വിഷമങ്ങൾ വന്നു. പിന്നെ അപ്പോഴാണ് ഇത് വന്നിരിക്കുന്നത്, ന്യൂ ഐഡിയാസ്, സക്സസ്, ഷാർപ്പ് മൈൻഡ്, ന്യൂ കോംപ്ലിക്കേറ്റ്സ്. അപ്പം നിങ്ങൾക്കത് നിങ്ങളുടെ മനസ്സൊക്കെ ഒന്ന് വളരെ സന്തോഷമായി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്നൊരു ഉണർവൊക്കെ വന്നിരിക്കുന്നു. കാരണം വെച്ചാൽ ഒരു ന്യൂ ബിഗിനിങ് നമുക്ക് കണ്ടു. നേരത്തെ നമുക്കൊരു പിന്നെ കൊളാബറേഷൻ ആൻഡ് ടീം വർക്ക് കണ്ടു. അപ്പോൾ ഒരു പ്രതീക്ഷ നിങ്ങളിൽ വല്ലാതെ ഉടലെടുക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ അതിൽ വല്ലാതെ നിങ്ങൾ പിന്നെ എന്താ പറയുക സന്തോഷിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാലൊരു ഉത്കണ്ഠയും നിങ്ങൾക്ക് അവിടെ ഉണ്ട് എന്ന് കാണിക്കുന്നു. ദ ഹൈ പ്രീസ്റ്റേഴ്സ്. അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ പൈസ പിന്നെ നമ്മൾ കുറച്ച് ഇറക്കി കഴിയുമ്പോൾ അത് സക്സസ് ആവുമോ എന്നൊരു വെപ്രാളമൊക്കെ നമുക്കുണ്ടാവും. അത് നിങ്ങൾക്കുണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഒരു ഇൻറ്റ്യൂഷൻ, സീക്രട്ട് നോളജ്, ദ സബ് കോൺഷ്യസ്, ഡിവൈൻ ഫെമിനൈൻ, ട്രസ്റ്റ് യുവർ സെൽഫ് ആൻഡ് സെൻസിറ്റിവിറ്റി, പ്യൂരിറ്റി, ഹൈ മോറൽസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ശരിക്കും പറഞ്ഞാൽ ഇതിനൊരു നല്ല ഇൻറ്റ്യൂഷൻ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ കണ്ണുമടച്ചിട്ട് ഇറങ്ങി ചാടിയിരിക്കുന്നു കുറച്ച് പിന്നെ പ്രോജക്റ്റിലേക്ക് എന്നാണ് കാണിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് അവിടെ ഒരു ഇൻറ്റ്യൂഷൻ ഉണ്ടായിരുന്നു. നിങ്ങളുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ആ ഒരു ഇൻറ്റ്യൂഷൻ നിങ്ങൾക്ക് തന്നുകൊണ്ടിരുന്നു. ഇതിൽ പരാജയപ്പെടില്ല, നീ അതിനകത്ത് നിന്ന് പിന്നെ കറക്റ്റായിട്ട് നിനക്കിത് വന്ന് വീഴും, നിൻ്റെ അടുത്ത് വിഷമിക്കേണ്ട എന്ന ആ ഒരു സന്ദേശം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു എന്ന് മനസ്സിലാകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് അപ്പോൾ അതിൻ്റെ ഒരു ബാലൻസ് ആയിട്ട് നമുക്ക് കുറച്ച് ക്യാഷൊക്കെ പിന്നെ നമുക്ക് വരാൻ തുടങ്ങിക്കഴിയുമ്പോൾ നിങ്ങൾ ദാനധർമ്മം ചെയ്യാനൊക്കെ ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണെന്നാണ് കാണിക്കുന്നത്. കുറച്ച് ദാനധർമ്മങ്ങൾ ചെയ്യണമെന്നും പിന്നെ സമൂഹത്തിന് വേണ്ടി എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം, കഷ്ടപ്പെടുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം. അത് നമുക്ക് ഫാമിലി പിന്നെ ഓറിയൻറ്റഡ് മാത്രമല്ല, കുറച്ച് സമൂഹത്തിലോടും കൂടി നമുക്ക് നമ്മളുടെ കടമകൾ ചെയ്യാനുണ്ട് എന്ന ആ ഒരു ബോധ്യം നിങ്ങൾക്ക് വന്നിട്ടുണ്ട് എന്ന് കാണിക്കുന്നു. അപ്പോൾ അത് നിങ്ങൾക്ക് നടക്കുമെന്നാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് പിന്നെ വളരെ ചാരിറ്റി വർക്ക്സ്, ഷെയറിങ്, പിന്നെ ജനറോസിറ്റി, അപ്പം ഷെയറിങ് വെൽത്ത്. അപ്പം നിങ്ങളുടെ കയ്യിൽ ധനം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇതേമാതിരിയുള്ള ചില ചെറിയ നല്ല കാര്യങ്ങളൊക്കെ ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ചെറിയ രീതിയിൽ ഒക്കെ നിങ്ങൾ അത് ചെയ്യും എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, പിന്നീട് നമുക്ക് വരുന്നത് പിന്നെ 3 ഓഫ് കപ്സ് ആണ്. നമുക്ക് നമ്മുടെ ലൈഫിൽ കുറച്ച് നല്ല കാലമൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഫ്രണ്ട്സൊക്കെ പിന്നെ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാനുണ്ടാവും, സെലിബ്രേറ്റ് ചെയ്യാനുണ്ടാവും, നല്ല ഫ്രണ്ട്ഷിപ്പുകൾ വരും, കൊളാബറേഷൻ വരും, പിന്നെ കമ്മ്യൂണിറ്റി ഹാപ്പിനെസ് ഒക്കെ നിങ്ങൾക്ക് വന്നു ചേരും എന്നാണ് കാണിക്കുന്നത്. അപ്പം നല്ല രീതിയല്ല എന്തോ ഒരു കാര്യമാണ് ഇന്ന് നിങ്ങൾ ചെയ്തിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഇപ്പോൾ പിന്നെ നമ്മളെന്താ പറഞ്ഞത്, ഇപ്പോൾ കരിയർ ആൻഡ് ഫിനാൻസ് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. എന്തോ ഒരു കാര്യം ചെയ്തിരിക്കുന്നു, ആ ചെയ്ത കാര്യത്തിന് ആദ്യം ഒരു തടസ്സം വന്നു, അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് ക്ലാഷസ് മെൻ്റലി വന്നിട്ടുണ്ട്. അത് പിന്നെ പെട്ടെന്ന് നിങ്ങൾ വിചാരിച്ച സമയത്ത് പെട്ടെന്ന് അത് കറക്റ്റ് ചെയ്ത് കൊടുക്കാൻ കഴിയാത്ത ഒരു ചെറിയ വിഷമങ്ങൾ നിങ്ങൾക്ക് ഫസ്റ്റിൽ വന്നിരിക്കുന്നു. അതായത് പിന്നെ ദിസ് മോർണിംഗ്. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾ ഉച്ച കഴിഞ്ഞുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിൻ്റെ പ്രൊസീജിയറെല്ലാം പൂർത്തിയാക്കിയിരിക്കുന്നു എന്നാണ്. എല്ലാം പൂർത്തിയാക്കിയിരിക്കുന്നു, അത് നിങ്ങൾക്ക് ഡൺ, സക്സസ് ആണ്. ആ ബിസിനസ്സിൽ നിങ്ങൾ ഓക്കെ ആയി. ഇനിയിപ്പോൾ അടുത്ത കാര്യങ്ങളിലേക്ക് കടക്കാൻ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ അത്രയുമാണ് ഇന്നത്തെ കരിയർ ആൻഡ് ഫിനാൻസ് നമുക്കിന്ന് പറയാനുള്ളത്. നെക്സ്റ്റ് വരുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ്. അപ്പോൾ ഇവിടെ ഒരു പിന്നെ റൊമാൻറ്റിക് ചാം ബ്യൂട്ടി ആയിട്ടുള്ള പിന്നെ നിങ്ങൾ ഫോളോയിങ് ദ ഹാർട്ട്, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി, നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്ന ഒരു വ്യക്തി ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരു കോൾ ചെയ്തിട്ടുണ്ടാവണം, അല്ലെങ്കിൽ ഇന്ന് നിങ്ങളെ കാണാൻ ആഗ്രഹിച്ചിട്ടുണ്ടാവണം, നിങ്ങൾക്ക് മെസ്സേജ് എന്തെങ്കിലും അയച്ചിട്ടുണ്ടാവണം. അത് നിങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്. ആ ആൾ നിങ്ങളെ ഇന്ന് കാണാൻ വളരെയധികം മോഹിച്ചിരുന്നു. എന്നാൽ എന്തോ ഒരു കാരണം കൊണ്ട് നിങ്ങൾക്ക് ആ കോൾ അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, നിങ്ങൾ ആ സമയത്ത് കുറച്ച് രാവിലത്തെ ഹറിബറിയിലായിരുന്നു എന്നും കാണിക്കുന്നുണ്ട്. ഓക്കെ,
ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം. അപ്പം നമുക്ക് ഇത്രയും കാർഡ്സ് നമുക്ക് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് വന്നിരിക്കുന്നത് നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ വല്ലാതെ മിസ് ചെയ്യുന്നു എന്നാണ്. ഓക്കെ, നിങ്ങളുടെ ഒരു ലവ് ആണ്, കമ്പാഷനാണ്, ഒരു ന്യൂ ഫീലിങ്സ് നിങ്ങളോട് വന്നു, ഉള്ള ഒരു സ്പിരിച്വാലിറ്റി, ഇൻറ്റ്യൂഷൻ, പിന്നെ ന്യൂ ബേബി. പിന്നെ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ചില ആളുകൾക്ക്, എല്ലാവർക്കും അല്ല, കുറച്ച് പേർക്ക് ഒരു ന്യൂ ബേബിയൊക്കെ പിന്നെ വരാൻ ഉള്ള, അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ, പ്രൊപ്പോസൽ, മാരേജ് ഒക്കെ വരാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് ഇന്ന് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ അടുത്തത് വന്നിരിക്കുന്നത് 4 ഓഫ് വാൻസ് ആണ്. 4 ഓഫ് വാൻസ് അപ്പോൾ ഇവിടെ വളരെ സെലിബ്രേഷൻ ചെയ്യുന്നതായിട്ടും, ജോയ്, ഹാർമണി, മാരേജ്, ഹോം, കമ്മ്യൂണിറ്റി, ഹോം കമ്മിങ്. അപ്പോൾ നിങ്ങൾ ഫാമിലിയായിട്ട് വളരെ എൻജോയ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങളുടെ വ്യക്തിയുമായിട്ടൊക്കെ എൻജോയ് ചെയ്യുന്നു എന്നാണ് നമുക്ക് ലാസ്റ്റല്ല നമുക്കൊരു കാർഡ് വന്നിരിക്കുന്നത്. അപ്പം അത് നിങ്ങളുടെ ഈ ഒരു ബന്ധം എന്ന് പറഞ്ഞാൽ ഒരു സോൾമേറ്റാണ്, ഒരു ഡീപ്പ് ലവ് ആണ്. ഓക്കെ, വളരെ ഹാപ്പി മെമ്മറീസ് ഒക്കെ ഉണ്ട്, ചൈൽഡ്ഹുഡ് മെമ്മറീസ് ഒക്കെ നിങ്ങൾക്കുള്ള ഒരു വ്യക്തിയാണ്. അതായത് നിങ്ങളുമായിട്ട് വളരെയധികം ബന്ധമുള്ള ഒരു വ്യക്തി, അല്ലെങ്കിൽ വളരെയധികം സ്നേഹിക്കപ്പെടുന്ന അല്ലെങ്കിൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തി ആണ്. കുറച്ച് കാലമൊക്കെ പിരിഞ്ഞു നിന്നതായിരിക്കാം ഒരു പക്ഷേ. ആ ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ നിന്നൊക്കെ നിങ്ങളുടെ അടുത്തേക്ക് വളരെ സ്നേഹത്തോടു കൂടിയാണ് പിന്നെ തിരിച്ചു വന്നിട്ടുള്ളത്. എന്തായാലും നിങ്ങൾക്ക് നല്ല ടൈമാണെന്ന് എനിക്ക് ഇതിൽ നിന്ന് ഫീൽ ചെയ്യുന്നത്. കാരണം പിന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും എല്ലാ ടൈമിലും ഒരുപോലെ കിട്ടില്ല. എന്നാൽ ചില ദിവസങ്ങൾ അല്ലെങ്കിൽ ചില സമയം നമുക്ക് വളരെ ആപ്റ്റായിരിക്കും, നമുക്കത് കിട്ടും. അവിടെ ജസ്റ്റിസും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റിസ് എന്ന് പറയുമ്പോഴത്തേന് വളരെ എല്ലാം ക്ലാരിറ്റി ആയിട്ടും ഈക്വാലിറ്റി ആയിട്ടും ബാലൻസ് ആയിട്ടും കാര്യങ്ങൾ എഫക്റ്റ് ചെയ്യാൻ പോകുന്നു എന്നാണ്. അപ്പോൾ ആ ജസ്റ്റിസ് നിങ്ങൾക്ക് തരുന്നത് ഡിവൈനാണ് നിങ്ങൾക്ക് തരുന്നത്. ഇത്രയും കാലം നിങ്ങൾ വല്ലാതെ കഷ്ടപ്പെട്ടിരുന്നു എന്ന് കാണിക്കുന്നു, വല്ലാതെ കഷ്ടപ്പെട്ടിരുന്നു. നിങ്ങൾ സാമ്പത്തികപരമായിട്ടും പിന്നെ അതുപോലെ നിങ്ങളെ ജോലിയിലെ ചില ബുദ്ധിമുട്ടുകളൊക്കെ വന്നിട്ടുണ്ട്, ഇടയ്ക്ക് വെച്ചിട്ട് ബ്രേക്ക് ആവുകയൊക്കെ ചെയ്തിട്ടുണ്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കൊണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം നിങ്ങൾക്കൊരു വിടുതൽ വന്നിട്ട് നിങ്ങൾക്ക് ഡിവൈൻ ജസ്റ്റിസ് തരുന്നു, അല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളെ പരിഗണിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് ഈ കാർഡ് കിട്ടിയിരിക്കുന്നത്. കാരണം നിങ്ങളൊരു മജീഷ്യൻ്റെ പവറുള്ള ആളാണ്. കാരണം വെച്ചാൽ നിങ്ങൾ തൊട്ടതെല്ലാം പൊന്നാക്കുന്ന ആൾ തന്നെയാണ്. നിങ്ങൾക്ക് എന്തെല്ലാം വറീസ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും, അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും, അതിനെ അതിജീവിക്കാനും നിങ്ങൾ ആഗ്രഹിച്ച കാര്യം ഒരുപക്ഷെ കാലതാമസം വന്നിരിക്കാം, അതുകൊണ്ട് അത് നേടിയെടുക്കും എന്നാണ് ഇവിടെ എല്ലാം വന്നിട്ടുണ്ട്. മജീഷ്യൻ ഇത് വന്നിരിക്കുന്നത് കപ്പ് വന്നിട്ട്, പെൻഡക്കിളുണ്ട്, പിന്നെ എന്താണ് വാൻസ് വന്നിട്ടുണ്ട്, സോഡ് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ സംഗതികളും ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, കാർഡ് കാണുന്നുണ്ടോ നിങ്ങൾ? ഉണ്ടാക്കണ്ടില്ലേ? മജീഷ്യൻ അങ്ങനെയാണ്. മജീഷ്യൻ എന്ന് പറഞ്ഞാലൊരു പിന്നെ നല്ല കാർഡാണെന്ന് വെച്ചാൽ ആ കാർഡ് നമ്മളുടെ കാര്യങ്ങൾ ഭംഗിയായി നടത്തിത്തരും. പക്ഷേ ഈ കാർഡിന് 1-2 അർത്ഥങ്ങൾ വേറെയുമുണ്ട്. ഈ കാർഡ് കൊണ്ട് തന്നെ നമുക്ക് ഡബിൾ എനർജി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന ആൾക്കാർക്കും നമ്മൾ ഈ കാർഡ് കാണിക്കാറുണ്ട്. അതെങ്ങനെയെന്നറിയാൽ അത് കാർഡിൻ്റെ ചില പിന്നെ സ്പ്രെഡ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും അതെന്താണെന്ന്. പക്ഷേ ഇവിടെ വളരെ നല്ല പിന്നെ ശക്തിയുള്ള മജീഷ്യൻ്റെ പവറുള്ള ആളുകളാണ് നിങ്ങൾ എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ ലാസ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് നിങ്ങൾ ഇന്ന് ചെയ്തു വെച്ച ജോലി, അല്ലെങ്കിൽ നിങ്ങൾ ഈ അടുത്ത് ചെയ്തു വെച്ച ഒരു ജോലി, അതിൽ നിങ്ങൾക്ക് പിന്നെ ഫലം ലഭിക്കും എന്നാണ്. ഫ്രൂട്ട്സ് ഓഫ് ലേബർ, റിവാർഡ്സ്, ലക്ഷറി, സെൽഫ് സഫിഷ്യൻസി, ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്. ഇത്രയും നിങ്ങൾക്ക് വരാൻ പോകുന്ന ലാസ്റ്റ് കാർഡാണ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് വരും എന്നാണ്. അപ്പോൾ ഇത് വരുന്നതിന് വേണ്ടിയാണ് ഇന്ന് നിങ്ങൾ പിന്നെ രാവിലെ മുതൽ ഏർലി മോർണിംഗ് മുതൽ നിങ്ങൾ വല്ലാത്ത അലച്ചിലായിരുന്നു, അല്ലെങ്കിൽ വിഷമങ്ങളിലായിരുന്നു. അതെല്ലാം നിങ്ങൾക്ക് മാറി എല്ലാവർക്കും ഈ ഒരു അവസ്ഥയിലേക്ക് വരും എന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ റീഡിങ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇത് എത്ര പേർക്കാണ് റെസനേറ്റ് ചെയ്യുക എന്ന് എനിക്കറിയില്ല. നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കണം. ഈ കാർഡ് ജനറൽ റീഡിംഗ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് എല്ലാവർക്കും ഇത് റെസനേറ്റ് ആവില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ഇത് കണ്ടിട്ട് കമൻ്റ് ഇടുന്ന സമയത്ത് എനിക്ക് ഈ പറഞ്ഞ ഒന്നും ശരിയായിട്ടില്ല കേട്ടോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അത് നിങ്ങളുടെ റീഡിംഗ് അല്ല. ഓക്കെ, നിങ്ങളുടേതാണെങ്കിൽ മാത്രം നിങ്ങളിത് കാണുക, അല്ലാത്തത് വിട്ടേക്കണം. അത് ഞാൻ എപ്പോഴും പറയുന്നത് അതുകൊണ്ടാണ്. പിന്നെ പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർ, കാരണം വെച്ചാൽ എനിക്ക് ഒരുപാട് കുറച്ച് തിരക്കുകളുണ്ട്. അപ്പം ആവശ്യം എന്ന് പറഞ്ഞാൽ അത്യാവശ്യമുള്ള ആളുകൾ മാത്രം
പിന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ മാത്രം പിന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി. അങ്ങനെയുള്ളവർക്ക് ഞാൻ എടുത്ത് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക് യു യൂണിവേഴ്സ്.